പരിപ്പും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു കറി. അതിലേക്ക് നമുക്ക് ഉപ്പിടാം, ചെറിയ ഉള്ളി ഇടാം, പരിപ്പിട്ടു, ഉപ്പ് നമ്മളിതിലിട്ടു, ഉള്ളി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഈ തക്കാളിയും കൂടി ഇതിലേക്കിടാം. നമ്മളെ മൊബൈൽ അത്ര കറക്റ്റല്ല, ക്ലിയർ ഇല്ല. എന്നാലും ഞാൻ വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്, ഇഷ്ടപ്പെട്ടവർ കാണാം. അപ്പോൾ ഇതുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചു, കണ്ടോ? ഇത് ഈ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പാണേ, അതുകൊണ്ട് കുറച്ച് വേകാനൊരു ഇത് മുഴുവനെ കിടക്കും പോലെ ഉണ്ടാവും വെന്താലും. അപ്പോൾ നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണ് കേട്ടോ. പരിപ്പ് കറിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നല്ല ടേസ്റ്റാവും പരിപ്പ് കറിക്ക്. പരിപ്പും തക്കാളിയും ആണ്. പിന്നെ നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ഒരു പൊടി മുളക് പൊടിയല്ലേ ചേർത്തിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ കളറ് കണ്ടോ? പക്ഷേ എൻ്റെ ഈ മൊബൈൽ ഇങ്ങനെ മോശമായതുകൊണ്ട് കളറൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇടാൻ പാടില്ലേ, അതുകൊണ്ടാണ് ഇടാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ട് വരുന്ന മൊബൈൽ മേടിക്കുമ്പോൾ നല്ലപോലെ ഇടാം, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പെട്ടെന്നൊന്നും മേടിക്കാൻ നടക്കില്ല മൊബൈൽ. എന്നാലും എനിക്ക് ഈ വീഡിയോ ഇടുന്ന ഒരു സന്തോഷമാണ്. അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായതുള്ളത്. അതുമാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ. അത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നടക്കുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശോഭാസ് കിച്ചൻ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കറി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കറി റെഡിയായി. ഇന്നത്തെ കറിയാണിത്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഇത്തിരി മുളക് പൊടി ഇടാം.
നമുക്കിത് അതിലേക്ക് വയ്ക്കാം. ആഡംബരമായിട്ടുള്ള കറികളൊന്നുമല്ല, തേങ്ങയൊന്നും ചേർക്കുന്നില്ല. പരിപ്പും തക്കാളിയും പച്ചമുളക് കീറിയിട്ടു, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് അടുപ്പത്ത് വെച്ചു. തക്കാളിയും കൂടി ഇട്ട് വേവിച്ചു നല്ലപോലെ. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളി, കടുക്, കറിവേപ്പില ഒക്കെ ഇട്ട് കടുക് വറുത്തു. കടുക് വറുക്കുന്ന ഇടയ്ക്ക് ഒരു നുള്ള മുളക് പൊടി, ഒരു ചെറിയ കളറിന് വേണ്ടി മാത്രം, എരിവിന് വേണ്ട. എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് എരിവിന് അതാവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ കളറുണ്ടാകാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ മുളക് നുള്ളിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പൊടിക്കിട്ടാൽ മതി, അപ്പോൾ ഒരു ചെറിയ കളറ് വരും. അത്രേ ഉള്ളൂ. അത്ര ചെയ്തൊരു സിമ്പിൾ പരിപ്പ് കറിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ മൊബൈലാകെ നാശമായി കിടക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയറായിട്ട് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു മൊബൈൽ